നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. CPM പുനലൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നഗര ശുചീകരണ പദ്ധതി ഒരുമ നവംബർ 1 തുടങ്ങുന്നു. പദ്ധതിയുടെ തുടക്കം പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റിന്റെ ശുചീകരണത്തോടെ. ഒരുമ പദ്ധതിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. CPM ഒറ്റയ്ക്ക് ശുചീകരണ പരിപാടി നടത്തണമെന്നും ഇതിന് നഗരസഭയെ കൂട്ടുപിടിക്കുന്നത് അനൌചിത്യമെന്നും കോൺഗ്രസ് നേതാക്കൾ. CPMന്റെ പാർട്ടി സംരംഭങ്ങളിൽ നഗരസഭയെ യോജിപ്പിക്കുന്ന ചെയർപേഴ്സൺ തെറ്റ് തിരിച്ചറിയണമെന്നും കോൺഗ്രസ്. CPIയും CPMും ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിലെ അവസ്ഥയിലെത്തില്ലായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KR ചന്ദ്രമോഹൻ. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടങ്ങളിൽ ഇടതുമതനിരപേക്ഷ ശക്തികൾക്ക് കരുത്തുപകരാൻ സംഘടിത തൊഴിലാളി വർഗം മുന്നിട്ടിറങ്ങണമെന്ന് CMP സംസ്ഥാന സെക്രട്ടറി MH ഷാരിയർ. ചിതറ ഗ്രാമപഞ്ചായത്തിലെ കൊച്ചാലുംമൂട്ടിൽ അംഗൻവാടി അടിസ്ഥാന സൌകര്യങ്ങൾക്കായി കീഴുന്നു. വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡരികിൽ ഒറ്റമുറിക്കടയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിൽ കുഞ്ഞുങ്ങൾക്ക് ആപത്ത് പിണയാതിരിക്കാൻ പ്രാർത്ഥനയോടെ രക്ഷിതാക്കൾ. CPM പുനലൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നഗര ശുചീകരണ പദ്ധതി ഒരുമ നവംബർ 1 തുടങ്ങുന്നു. ശ്രീരാമപുരം മാർക്കറ്റിന്റെ ശുചീകരണത്തോടെയാണ് തുടക്കം. ഇതിനു മുന്നോടിയായി പുനലൂരിൽ ചൊവ്വാഴ്ച ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിപ്പിച്ച് അണിനിരത്തിക്കൊണ്ട് ഈ ദൗത്യം വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പാർട്ടി ലക്ഷ്യം. വിളിച്ചു ചേർക്കുന്നത് മുൻകൈയെടുക്കുന്നതും CPM-ആണ്. CPM-ന്റെ പ്രവർത്തകരെയും അണികളെയും വിളിച്ചു ചേർത്ത് ഇത് ഏറ്റെടുക്കുക എന്നുള്ളതിനപ്പുറം നേതൃത്വപരമായ പങ്ക് പാർട്ടി വഹിക്കുന്നതോടൊപ്പം എല്ലാവരെയും സഹകരിപ്പിച്ച് വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവം കൂടി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഇന്ന് ഏർപ്പെട്ടിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംഘടനകളെയും ഉൾപ്പെടുത്തി സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടാണ് ഒരുമ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. നവംബർ 1 പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റിൽ നടക്കുന്ന ശുചീകരണ പരിപാടിയോടെ പദ്ധതിക്ക് തുടക്കമാകും. ശുചിത്വ സമിതി രൂപീകരണം, ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ വാർഡ് സർവേ, എയ്റോബിക് കമ്പോസ്റ്റ് പ്ലാന്റ്, പൈപ്പ് കമ്പോസ്റ്റ്, ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങിയവയുടെ നിർമ്മാണം എന്നിവ ഒരുമയുടെ ഭാഗമായുണ്ടാവും. എന്റെ വാർഡ് ഒരു കൗൺസിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ ഈ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് എന്റെ വാർഡ് ആദ്യം ശുചിത്വ വാർഡാക്കി ഞാൻ പ്രഖ്യാപിക്കും എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് എന്റെ വാർഡിലെ എല്ലാവരുടെയും വീടുകളിൽ പൈപ്പ് കമ്പോസ്റ്റെങ്കിൽ പൈപ്പ് കമ്പോസ്റ്റ്, ബയോഗ്യാസെങ്കിൽ ബയോഗ്യാസ് സ്ഥാപിച്ച് ഒന്നാമതാരെത്തുന്നു എന്ന് നോക്കി അവർക്കൊരു സമ്മാനം കൂടി രാജകുമാരെ കൊടുത്ത് ഒന്നാമതെത്തുന്ന ആളിന് ഒരു സമ്മാനവും നൽകി 35 വാർഡുകൾ മത്സര ബുദ്ധിയോടുകൂടി മാലിന്യമുക്ത വാർഡിന്റെ പട്ടികയിലേക്ക് എത്താൻ വേണ്ടി ഉള്ള ഒരു മത്സരം നടത്തി. ആ മത്സരത്തിന് ചെയർപേഴ്സൺ ഒരു 10,000 രൂപ സമ്മാനവും പ്രഖ്യാപിച്ച് നഗരസഭ ഏറ്റവും മാലിന്യമുക്തമാകുന്ന നഗരസഭയ്ക്ക് ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള 10,000 നഗരസഭ ചെയർപേഴ്സൺ ഏറ്റെടുത്ത് വാർഡുകൾ തമ്മിലൊരു മത്സരം, നഗരസഭകൾ തമ്മിലുള്ള ഒരു മത്സരം ആരൊന്നാമതെത്താൻ കഴിയുന്നു എന്ന് നോക്കി എല്ലാവരും സഹകരിച്ച് നമ്മുടെ ജില്ലയിലെ എല്ലാ വീടുകളും ശുചിത്വ ഭവനം എന്ന സന്ദേശത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് മാത്രം. ശില്പശാലയുടെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ലഘുനാടകവും മങ്കി ഷോയും അരങ്ങേറി. ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലോ പരിസരത്തോ നമ്മുടെ തൊഴിൽ സ്ഥാപനത്തിന്റെ പരിസരത്തോ ഒരു തുള്ളി വെള്ളം പോലും കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ അങ്ങനെ വൃത്തിയാക്കി വെക്കാൻ വേണ്ടി എന്തൊക്കെയാ നമ്മൾ പെറുക്കിയെടുക്കേണ്ടത് അറിയാം? ഇയാൾ പറയണ്ട. പ്ലാസ്റ്റിക് അല്ലേ? പിന്നെയോ ഇയാൾ പറയണ്ട. അപ്പൊ ചിരട്ട അല്ലേ? പിന്നെയോ ഇയാൾ പറയണ്ട. അപ്പോ മുട്ടത്തോടുകൾ അല്ലേ? പിന്നെയോ പറയണ്ടെന്ന് പറഞ്ഞ അറിയാതെ പറഞ്ഞു പോകണ്ട. മിണ്ടണ്ട, തോറ്റാലും മിണ്ടണ്ട. അപ്പോ മിണ്ടെടുക്കാം. അപ്പൊ പറയാം കിറ്റി മിണ്ടെടുക്കാം. മിണ്ടുവോ? മിണ്ടുവോ? ഇനി മിണ്ടുവോ? അപ്പോ പഴയ ടയറുകൾ അല്ലേ?
പിന്നെയോ യോഗത്തിൽ പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ അധ്യക്ഷയായി. CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. തുടർന്ന് മാലിന്യ നിർമ്മാർജ്ജന രംഗത്തെ വിദഗ്ധരായ R അജിത് കുമാർ, TC രാജേഷ്, സുനിൽ അഹമ്മദ് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. ഒരുമ പദ്ധതിയുടെ കൺവീനറായ നഗരസഭാ കൌൺസിലർ ജിജി കെ ബാബു നന്ദി പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് S നൌഷറുദ്ദീൻ, പ്രൊഫസർ P കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPM പുനലൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. CPM ഒറ്റയ്ക്ക് പരിപാടി നടത്തണമെന്നും ഇതിന് നഗരസഭയെ കൂട്ടുപിടിക്കുന്നത് അനൌചിത്യമാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങൾ. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വസ്തുത, എന്തിനാണ് മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കാമെന്ന് പറയുന്നത്? ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല, ഇവിടെ CPI എന്ന് പറയുന്ന ഒരു പാർട്ടി കൂടി ഈ ഭരണത്തിൽ കക്ഷിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ CPIയുടെ നേതൃത്വം ഈ കാര്യത്തെക്കുറിച്ച് അടിയന്തരമായി ഒരു മൗനം ഭഞ്ജിക്കണം, അവര് അഭിപ്രായം പറയണം. സംസ്ഥാന ഗവൺമെന്റ് വകയിരുത്തിയ കോടിക്കണക്കിന് രൂപ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആ തുകകളൊക്കെ ഏത് തരത്തിൽ ചിലവഴിച്ചു എന്ന് നഗരസഭാ നേതൃത്വം വ്യക്തമാക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന പുനലൂരുള്ള ആളുകൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം അണിനിരക്കാൻ. ഇത് പുനലൂർ നഗരസഭ പറഞ്ഞിരുന്നു എങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതോടൊപ്പം അണിചേർന്നുകൊണ്ട് പുനലൂർ പട്ടണത്തെ ശുചീകരിക്കുന്ന ദൌത്യവുമായി മുന്നോട്ട് വരുമായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശം കേട്ടുകൊണ്ട് പുനലൂർ പട്ടണത്തിന്റെ ആളുകൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ താല്പര്യമല്ല. CPM ഭരിക്കുന്ന ഇടതുപക്ഷ കൌൺസിൽ അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അവിടെ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ള ആ വസ്തുത യഥാർത്ഥത്തിൽ വളരെ മോശകരവും, അതായത് ജനമധ്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇത്രത്തോളം താഴ്ന്നു എന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഈ സമയത്ത് പ്രഖ്യാപിക്കേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPMന്റെ ഒരുമ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദനെതിരെ കോൺഗ്രസിന്റെ രൂക്ഷ വിമർശനം. CPMന്റെ പാർട്ടി സംരംഭങ്ങളിൽ നഗരസഭയെ യോജിപ്പിക്കുന്ന ചെയർപേഴ്സൺ തെറ്റ് തിരിച്ചറിയണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ചെയർപേഴ്സൺ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നഗരസഭയുടെ ചെയർപേഴ്സൺ പോയിരുന്നു പറഞ്ഞത്, ഞങ്ങൾക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ നേതൃത്വം ഇത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു. ഒരു ഉത്തരവാദിത്തപ്പെട്ട കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും പറയാൻ കഴിയുന്ന രീതിയിലല്ല ചെയർപേഴ്സൺ ആ ഒരു പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത്. ബഹുമാനപ്പെട്ട CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോട് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മാലിന്യ സംസ്കരണം നടത്താം, അതിനുവേണ്ടി സെമിനാറുകൾ നടത്താം, സിമ്പോസിയങ്ങൾ സംഘടിപ്പിക്കാം, ജനങ്ങളെ ബോധവൽക്കരിക്കാം. അതെല്ലാം നിങ്ങളുടെ പാർട്ടി ഫണ്ടിൽപ്പെടുത്തിയായിരിക്കണം. നഗരസഭയുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സംയുക്ത സംരംഭത്തിന്റെ ആവശ്യമില്ല. അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നഗരസഭാ അധ്യക്ഷയ്ക്ക് ജയലളിതയുടെ പിറവെ ജയിലിൽ പോകേണ്ടെന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ജയലളിതയ്ക്കാണെങ്കിൽ ജയിലിൽ പോയാൽ തിരിച്ചു വരാനുള്ള വഴിയും അറിയാം. ബഹുമാനപ്പെട്ട നഗരസഭാ അധ്യക്ഷയ്ക്ക് അവരുടെ വീട്ടിൽ പോകുന്ന വഴി പോലും അറിയാമെന്ന് ഞാൻ ധരിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ കൗൺസിലാണെങ്കിൽ ആ കൗൺസിൽ പിന്തുണ നേടേണ്ടുന്നത് ഈ പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകളോടാണ്. അതിനു പകരം മുനിസിപ്പൽ ചെയർപേഴ്സൺ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ കൊണ്ട് പിന്തുണ അഭ്യർത്ഥിപ്പിക്കുന്നത് ആ ചെയർപേഴ്സൺ എന്ന സ്ഥാനത്തെ അപമാനിക്കുകയും അവരുടെ ആ സ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നടപടിയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPM പുനലൂർ ഏരിയ കമ്മിറ്റി ആരംഭിച്ച വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ S ജയമോഹൻ നിർവഹിച്ചു. ഒരുമ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പശാലയുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു വെബ്സൈറ്റിന്റെയും ഉദ്ഘാടനം. CPM പുനലൂർ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, സെക്രട്ടറിയുടെ പേജ്, വീഡിയോ ഗാലറി, ഫോട്ടോ ഗാലറി, ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുടെ പേരുകൾ, അറിയിപ്പുകൾ എന്നിവ വെബ്സൈറ്റിലൂടെ ലഭ്യമാകും. ബഹുജന സംഘടനകൾ, CITU, ബാലസംഘം എന്നിവയ്ക്കും പ്രത്യേക പേജുകളുണ്ട്. CPIM പുനലൂർ .org എന്ന വെബ്സൈറ്റിലൂടെ CPM പുനലൂർ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇനി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാവും. നെറ്റുഗദർ ഇൻഫോടെക് എന്ന കമ്പനിയാണ് വെബ്സൈറ്റ് തയ്യാറാക്കിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPI ചക്കുവരിക്കൽ ലോക്കൽ സമ്മേളനം സമാപിച്ചു. തിങ്കളാഴ്ച നടന്ന പ്രതിനിധി സമ്മേളനം CPI ദേശീയ കൌൺസിൽ അംഗം J ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ അഴിമതി ഭരണത്തിനും ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ പ്രചരണം നടത്തി കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ BJP സർക്കാരും കോൺഗ്രസിന്റെ പാത പിന്തുടരുകയാണെന്ന് ചിഞ്ചുറാണി കുറ്റപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ UPA സർക്കാർ നടപ്പിലാക്കിയ തെറ്റായ സാമ്പത്തിക നയങ്ങൾ, ഈ രാജ്യത്ത് നടപ്പിലാക്കിയ അഴിമതി, കോടിക്കണക്കിന് രൂപ സ്വിസ് ബാങ്കുകളിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ട നിക്ഷേപങ്ങൾ,
ഇതെല്ലാം പുറത്തു കൊണ്ടുവരും. ഈ രാജ്യത്തൊരു നല്ല ഭരണം കാഴ്ചവെക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 100 ദിവസത്തിനകം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. വില നിലവാരം പഠിച്ചു നിർത്തും, ഇവിടുത്തെ അഴിമതി നിർത്തൽ ചെയ്യും, സ്വിസ് ബാങ്ക് നിക്ഷേപങ്ങൾ മുഴുവൻ ഞങ്ങൾ 100 ദിവസത്തിനകം പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ BJPക്ക് ഒരു കാര്യവും ചെയ്യുവാൻ പറ്റില്ല. കഴിഞ്ഞ UPA സർക്കാർ നടപ്പിലാക്കിയ അതേ സാമ്പത്തിക നയങ്ങൾ, അതേ തുടർപാത പിന്തുടരുന്ന ഒരവസ്ഥ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും ഈ പുതിയ ഗവൺമെന്റിന്റെ ഭാഗത്ത്. അതേസമയം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ CPIക്ക് പാളിച്ചകൾ സംഭവിച്ചതായും പ്രചരണ രീതിയിൽ വന്ന കുറവുകൾ പാർട്ടിയുടെ ബലഹീനതയ്ക്ക് കാരണമായെന്നും ചിഞ്ചുറാണി അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സീറ്റ് കൊണ്ടാണ് ലോകസഭയിൽ നിന്ന് പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഇന്ന് നമുക്കുണ്ടായി. ഇത് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ ടേമില് 4ഓളം MPമാർ നമുക്ക് പാർലമെന്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ നിന്ന് 2 സീറ്റ് ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഒറീസ ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ പാർട്ടി വളരെ നല്ലതുപോലെ ആലോചിച്ചുകൊണ്ട് മറ്റ് ഇതര കക്ഷികളുമായി യോജിച്ചുകൊണ്ട് കുറച്ചുകൂടി സീറ്റ് വർദ്ധിപ്പിക്കുവാനുള്ള ചില ശ്രമങ്ങൾ നമ്മുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് അവസാന ഘട്ടമായപ്പോൾ, തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമായപ്പോൾ പലപ്പോഴും നമുക്ക് ആ കക്ഷികളുമായി യോജിച്ചു പോവാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ സ്വാഗത സംഘം പ്രസിഡന്റ് ജേക്കബ് ജോർജ് സ്വാഗതം പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടറി GR രാജീവൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ജോസ് ഡാനിയൽ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M നൌഷാദ്, R അജികുമാർ, സ്വാഗത സംഘം ജോയിന്റ് സെക്രട്ടറി N നിസാമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. CPIയും CPMഉം ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിലെ അവസ്ഥയിൽ എത്തില്ലായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KR ചന്ദ്രമോഹൻ. CPI ചക്കുവരയ്ക്കൽ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സന്ദർഭത്തിൽ ഈ 2 കമ്മ്യൂണിസ്റ്റുകാരും കഴിഞ്ഞ ഏറെ വർഷമായി ഒരുമിച്ച് ആണ് രാഷ്ട്രീയ രംഗത്ത് പൊതുധാരണയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 പാർട്ടികളായി പൊതുരംഗത്ത് ഒരേ രാഷ്ട്രീയ നിലപാടുകൾ ഏറെക്കുറെ എടുത്തുകൊണ്ടാണ് 2 പാർട്ടികളും കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസുകൾ നടക്കും. അതിന്റെ മുന്നോടിയായി കേരളത്തിൽ ഇപ്പോൾ 2 പാർട്ടികളുടെയും രാഷ്ട്രീയ നിലപാടുകൾ തങ്ങൾ പറഞ്ഞതും ചെയ്തതുമെല്ലാം ശരിയാണെന്ന് CPM-ഉം അതല്ല CPI പറഞ്ഞതുപോലെ ഒരു പാർട്ടിയായി നമ്മൾ നിന്ന് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് രാജ്യം എത്തി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് CPIയുടെ അഭിപ്രായം. പിളർപ്പ് സമയത്ത് പാർട്ടി ചെയർമാനായിരുന്ന ഡാംഗെയുടെ പ്രവർത്തനങ്ങളെയും ചന്ദ്രമോഹൻ രൂക്ഷമായി വിമർശിച്ചു. ഡാംഗെയുടെ നേതൃത്വ വൈകല്യമാണ് പാർട്ടിയെ പിളർപ്പിലേക്ക് നയിച്ചതെന്നായിരുന്നു KR ചന്ദ്രമോഹന്റെ ആരോപണം. എന്നാൽ പിളർപ്പിന് ശേഷം 50 വർഷം പിന്നിടുമ്പോഴും പാർട്ടിയുടെ സമരപരിപാടികൾക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഒരേ നിലപാടുകളാണ് ഇരു പാർട്ടികൾക്കും ഉള്ളതെന്നും KR ചന്ദ്രമോഹൻ പറഞ്ഞു. CPI ചക്കുവരയ്ക്കൽ ലോക്കൽ സെക്രട്ടറി Y സന്തോഷ് കുമാർ അധ്യക്ഷനായി. സ്വാഗത സംഘം സെക്രട്ടറി SM പൂക്കോയ തങ്ങൾ സ്വാഗതം പറഞ്ഞു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് സാം K ഡാനിയൽ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P പ്രസാദ്, K സുരേന്ദ്രൻ, J മോഹൻകുമാർ, പഞ്ചായത്ത് അംഗം ശ്രീവിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചിതറ ഗ്രാമപഞ്ചായത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടി അടിസ്ഥാന സൌകര്യങ്ങൾക്കായി കേഴുകയാണ്. ഒറ്റമുറിക്കടയിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ മുറ്റം വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡാണ്. കുഞ്ഞുങ്ങൾക്ക് ആപത്ത് പിണയാതിരിക്കാൻ പ്രാർത്ഥനയോടെയാണ് രക്ഷിതാക്കൾ ഇവരെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. കടയ്ക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ ചിതറ വാർഡിലെ കൊച്ചാലമൂട്ടിൽ പ്രവർത്തിക്കുന്ന 44-ാം നമ്പർ അംഗൻവാടിയാണ് ഇത്. 5 വർഷമായി വാടക കെട്ടിടത്തിലാണ് അംഗൻവാടിയുടെ പ്രവർത്തനം. സ്ഥിരമായി എത്തുന്ന 15ഓളം കുട്ടികളാണ് ഇപ്പോഴുള്ളത്. ഇവരെ പോലും ഉൾക്കൊള്ളാനാകാത്ത ഒരു മുറി കടയിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ഇതിനെല്ലാം പുറമെ പുറത്തേക്ക് കാലുവച്ചാൽ ടിപ്പറുകളും മറ്റു വാഹനങ്ങളും ചീറിപ്പായുന്ന റോഡും. ഭീതിയോടെയാണ് ഇങ്ങോട്ട് രക്ഷിതാക്കൾ കുട്ടികളെ അയക്കുന്നത്. അധ്യാപികയും ഹെൽപ്പറും ശ്രദ്ധയോടെ കാര്യങ്ങൾ നോക്കുന്നതിനാൽ ഇതുവരെ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിനു മുമ്പ് വാടക കെട്ടിടത്തിൽ തന്നെയായിരുന്നു. അപ്പൊ ഇത്രയും
ഇതുപോലെ വണ്ടി തുരുതുര പോണ റോഡിൽ ഈ കൊച്ചുങ്ങളെ ഇത്രയും കൊച്ചുങ്ങളെ ഇവിടെ നിർത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് ഉണ്ടാക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇത്രയും കുട്ടികൾ ഇങ്ങനെ ഈ തുരുതുര ഇവർ ഓടുന്ന ആ വണ്ടി ഇത്രയും പോകുന്ന റോഡിനകത്ത് ഈ കുട്ടികളെ ഇങ്ങനെ ഇരിക്കുന്നതിനോട് രക്ഷാകർത്താക്കൾ ഒരുപാട് പേർക്ക് പരാതിയുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പോലും ഇവിടെ സ്ഥലമില്ല. സമീപത്തെ വീടുകളാണ് ഇവർക്ക് ഇതിന് ആശ്രയം. ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നത് തുറസായ സ്ഥലത്ത്. ഒരു മഴ പെയ്താൽ പാതി പാകം ചെയ്ത ആഹാരവുമായി നെട്ടോട്ടം. പിന്നെ സമീപത്തെ വീടുകളെ ആശ്രയിച്ചാണ് പാചകം. ഒരു മഴ വന്നാൽ വേവിക്കുന്ന ആഹാരം വെളിയിൽ അടുപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പകുതി വേവിച്ചിട്ടാണ് സ്ഥിരം മിക്കവാറും കൊണ്ടുവയ്ക്കുന്നത്. ഈ അടുത്ത കാലത്ത് മഴ അങ്ങനെ മാറാതിരുന്നിടത്തോളം കാലം ഈ സാധനങ്ങൾ വേവിക്കുക, പകുതി വേവിച്ചിട്ട് അടുക്കളയിൽ ഇവിടെ കൊണ്ടുവയ്ക്കുക. പിന്നെ മറ്റുള്ള അടുത്തുള്ള വീടുകളുടെ സഹകരണം കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. വെള്ളം വിറക് വരെ വാടകയ്ക്ക് മേടിച്ചിട്ടാണ് കഴിയുന്നത്. ഇത്രയും റോഡരികിലാണ് വേവിക്കാൻ രണ്ടുപേരും അങ്ങോട്ട് ചിലപ്പോൾ ഒരാളെ കാണുള്ളൂ, ചിലപ്പം രണ്ടുപേരും കാണുന്ന ദിവസമുണ്ട്. അത്രയും ബുദ്ധിമുട്ടിയാണ്. മഴയെ നനഞ്ഞുകൊണ്ടാണ് ചില ദിവസം വേവിക്കുന്നത്. ഈ കൊച്ചുങ്ങളൊന്ന് കരയോ പിടിക്കുകയോ ചെയ്ത് ഓടി ഇങ്ങി വരണം. ഇത്രയും റോഡ് സൈഡിൽ അത്രയും ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക്. നമ്മൾ ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്ന ഒരാളെ നമുക്കൊക്കെ അറിയാം, കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ ഇത്രയും കുട്ടികളൊന്ന് നിർബന്ധം പിടിക്കും. ആരെങ്കിലും 1-2 പേരെ നിർബന്ധം പിടിക്കും. അവരൊന്ന് കരയുകയോ ചെയ്ത് ആ മഴ വരുന്നതിന് മുമ്പ് അത് വേവിച്ചെടുക്കാൻ പോലും പറ്റില്ല. കുടിവെള്ളം ലഭിക്കാൻ സൗകര്യമില്ലാത്തത് മറ്റൊരു ബുദ്ധിമുട്ട്. കുഞ്ഞുങ്ങളുടെ ഉച്ചയുറക്കത്തിന് പഞ്ചായത്ത് സമ്മാനിച്ച വാത്സല്യ കിടക്കയുണ്ട്. പക്ഷേ വിരിച്ചു കിടക്കാൻ സ്ഥലമില്ല. 2 കിടക്ക വിരിച്ച് അതിൽ 15 കുട്ടികളും ഉറങ്ങുന്നു. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നതിനുള്ള ഒരു സൗകര്യവും ഇവിടെ ഇല്ല. 10-20ഓളം കുട്ടികൾ ഈ അംഗൻവാടിയിലുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ കുട്ടികൾക്ക് കിടന്ന് ഉറങ്ങുന്നതിനുള്ള ടോയ്ലറ്റ് സൗകര്യമോ തന്നെയില്ല. ആഹാര സാധനങ്ങളും കസേരകളും സൂക്ഷിക്കുന്നത് സമീപത്തെ വീട്ടിലാണ്. സർക്കാർ നിയോഗിക്കുന്ന സെൻസസ് പോലെ എന്തെങ്കിലും ഡ്യൂട്ടിക്ക് ജീവനക്കാർ ആരെങ്കിലും പോയാൽ അംഗൻവാടിയുടെ പ്രവർത്തനം അവതാളത്തിലാകും. കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ടുണ്ടെങ്കിലും സ്ഥലമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. 3 സെന്റ് സ്ഥലം ലഭിച്ചാൽ കെട്ടിടം നിർമ്മിച്ചു നൽകാൻ പഞ്ചായത്ത് തയ്യാറാണ്. സമീപത്ത് തന്നെ ഖാദി ബോർഡിന്റെ സ്ഥലത്ത് മാതൃകാ അംഗൻവാടി നിർമ്മിക്കാൻ പഞ്ചായത്ത് ശ്രമം നടത്തിയെങ്കിലും ഖാദി ബോർഡിന്റെ എതിർപ്പിനെ തുടർന്ന് പരാജയപ്പെട്ടു. കുട്ടികളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് മറ്റൊരു സ്ഥലം താൽക്കാലികമായി കണ്ടെത്തുകയോ പുതിയ സ്ഥലം കണ്ടുപിടിച്ച് കെട്ടിടം നിർമ്മിച്ച് അംഗൻവാടിയുടെ പ്രവർത്തനം അങ്ങോട്ടേക്ക് മാറ്റുകയോ ചെയ്യണം എന്നതാണ് രക്ഷിതാക്കളുടെ ആവശ്യം. എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാൽ തന്നെ അത് ഇറക്കി വെക്കാനുള്ള സൗകര്യം, കുട്ടികൾക്ക് ഇത്തിരി 10 കുട്ടികൾ വന്നാൽ അതിനെ നിരത്തി കിടത്താനുള്ള സൗകര്യം ഒന്നും തന്നെ ഇവിടെ ഇല്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. ഒത്തിരി ഈ പ്രദേശത്തെ കുട്ടികൾ അത്രയും ഇവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ട് വരാതിരിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യം ഇല്ലെന്നുള്ളൊരു പ്രധാന കാരണം തന്നെ ഇതിനുണ്ട്. എൻ്റെ മൂത്ത കുട്ടി ഇവിടെയാണ് പഠിച്ചത്. മോൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അവളെ വിടാൻ നേരത്തെ എല്ലാവരും പറഞ്ഞു വിടരുത്, അവിടെ മൂത്രം ഒഴിക്കാൻ പോലും സ്ഥലമില്ല, കൊച്ചുങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാൻ സ്ഥലമില്ല. അംഗൻവാടി ആകുമ്പോൾ റോഡ് സൈഡിലാണ്, വണ്ടികളൊക്കെ എപ്പോഴും വരുന്നത്, കുട്ടികളെടുത്ത് ചാടിയാലോ വിടരുതെന്ന് പലരും പറഞ്ഞിട്ട്. പക്ഷേ അതിന് ഒരു പരിഹാരം ഈ 15 വർഷത്തോളമായിട്ടും നടന്നിട്ടില്ല. വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിൽ 5-6 സ്ഥലമായിപ്പോയത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടങ്ങളിൽ ഇടതുമത നിരപേക്ഷ ശക്തികൾക്ക് കരുത്തു പകരാൻ സംഘടിത തൊഴിലാളി വർഗം മുന്നിട്ടിറങ്ങണമെന്ന് CMP സംസ്ഥാന സെക്രട്ടറി MH ഷാരിയർ. CMP പത്തനാപുരം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ആഴത്തിൽ വേരോട്ടമുള്ള ഇന്ത്യയിൽ മതേതര മുദ്രാവാക്യത്തിന്റെ പിന്നിൽ യുവാക്കളെ അണിനിരത്താൻ യുവജന സംഘടനകൾ ജാഗ്രത പുലർത്തണമെന്ന് ഷാരിർ അഭിപ്രായപ്പെട്ടു. ഏരിയ സെക്രട്ടറി P മുരളീധരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി R പ്രസന്നകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S സേവ്യർ, ജോൺസൺ, പുനലൂർ ഏരിയ സെക്രട്ടറി രവീന്ദ്രനാചാരി, പതാരം മധു, ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് മേലില, P ജോയ്, പ്രഭാകരൻ പിള്ള, ഷിബു എബ്രഹാം, ഉഷാ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ഏതു വിധേനയും തടയുമെന്ന് റൂറൽ SP S സുരേന്ദ്രൻ IPS. ചിതറ പഞ്ചായത്തിലെ വഞ്ചിയോട് കോളനിയിൽ സംഘടിപ്പിച്ച ബോധവത്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ എവിടെയൊക്കെ പരാതിപ്പെടാം, അത് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്. കാരണം പലരും ആ വിഷമവും പ്രയാസവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള അടക്കി പിടിച്ച് മനസ്സിലടക്കി പിടിച്ചിട്ട് ജീവിതം ഹോമിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവിടെ ഇല്ല, നിങ്ങളുടെ അവകാശം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, സ്ത്രീകളെ സംരക്ഷിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്രദേശങ്ങളിലേക്ക്, പാവപ്പെട്ട പ്രദേശത്തിലേക്ക്, ആളുകൾ താമസിക്കുന്ന പ്രദേശത്തിലേക്ക് വന്നിട്ട് നിങ്ങളെ ഞങ്ങളുടെ ഭാഗമാണ്, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൂടെ വന്നിട്ടുള്ളത്.
കൊല്ലം റൂറൽ വനിതാ സെല്ലിന്റെ നേതൃത്വത്തിലാണ് ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. 102 വയസ്സായ ഊരുമൂപ്പൻ രവീന്ദ്രൻ കാണിയെ ചടങ്ങിൽ SP പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ അധ്യക്ഷനായി. വാർഡ് മെമ്പർ തുമ്പമൺ തൊടി രാജൻ സ്വാഗതം പറഞ്ഞു. കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരം ബൻസർ, പഞ്ചായത്ത് അംഗം മുല്ലശ്ശേരി നജീം എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ശോഭനകുമാരി, CWC അംഗം കോമളകുമാരി, കൊല്ലം റൂറൽ വനിതാ സെൽ പോലീസ് ഇൻസ്പെക്ടർ P ആനിതകുമാരി എന്നിവർ ബോധവത്കരണ ക്ലാസുകൾ നയിച്ചു. PG സുരേന്ദ്രൻ, VSS സെക്രട്ടറി വിജയകുമാർ, ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. CPM പുനലൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നഗര ശുചീകരണ പദ്ധതി ഒരുമ നവംബർ 1 തുടങ്ങുന്നു. പദ്ധതിയുടെ തുടക്കം പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റിന്റെ ശുചീകരണത്തോടെ. ഒരുമ പദ്ധതിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. CPM ഒറ്റയ്ക്ക് ശുചീകരണ പരിപാടി നടത്തണമെന്നും ഇതിന് നഗരസഭയെ കൂട്ടുപിടിക്കുന്നത് അനൌചിത്യമെന്നും കോൺഗ്രസ് നേതാക്കൾ. CPMന്റെ പാർട്ടി സംരംഭങ്ങളിൽ നഗരസഭയെ യോജിപ്പിക്കുന്ന ചെയർപേഴ്സൺ തെറ്റ് തിരിച്ചറിയണമെന്നും കോൺഗ്രസ്. CPIയും CPMും ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിലെ അവസ്ഥയിലെത്തില്ലായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KR ചന്ദ്രമോഹൻ. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടങ്ങളിൽ ഇടതുമതനിരപേക്ഷ ശക്തികൾക്ക് കരുത്തുപകരാൻ സംഘടിത തൊഴിലാളി വർഗം മുന്നിട്ടിറങ്ങണമെന്ന CMP സംസ്ഥാന സെക്രട്ടറി MH ഷാരിയർ. ചിതറ ഗ്രാമപഞ്ചായത്തിലെ കൊച്ചാലുംമൂട്ടിൽ അംഗൻവാടി അടിസ്ഥാന സൌകര്യങ്ങൾക്കായി കേഴുന്നു. വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡരികിൽ ഒറ്റമുറിക്കടയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിൽ കുഞ്ഞുങ്ങൾക്ക് ആപത്ത് പിണയാതിരിക്കാൻ പ്രാർത്ഥനയോടെ രക്ഷിതാക്കൾ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.